നിന്നോടൊരു തെറ്റും ചെയ്യാത്ത എത്ര പേരുടെ രക്തം പുരണ്ട കൈയാണ് മാധവ ഇത്. പെണ്ണിനും സ്വത്തിനും വേണ്ടി ചെയ്ത ക്രൂരതകൾക്ക് അവസാനം എന്താണ് നീ നേടിയത്? ഓരോരുത്തരായി കൊന്നതും പോരാഞ്ഞിട്ട് ജീവനില്ലാത്ത ഒരു സ്ത്രീ ശരീരത്തിൽ നീ നിന്റെ കാമം തീർത്തു. എന്നിട്ടും അവസാനിച്ചോ നീ ചെയ്ത പാവങ്ങൾ? നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നീ എന്റെ മരിയെ വളർത്തിയത്. പക്ഷെ അവൾ നിന്നെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടത്. എന്നിട്ട് നിന്റെ വേർപിടിച്ച കണ്ണുകൾ അവളിൽ അലഞ്ഞു നടന്നു. നിന്റെ കൈകൾ എൻ്റെ പെണ്ണിന്റെ ശരീരത്തിൽ അമർന്നു. അലിവിനെയും നിന്റെ മോളാകാനുള്ള പ്രായമില്ലട അവൾക്ക്. ഈ കൈകൊണ്ടല്ലേ നീ എല്ലാ നെറുകേടുകളും ചെയ്തത്. വേദന നീ അറിഞ്ഞു തുടങ്ങേണ്ടതും ഈ കൈകളിൽ നിന്നാണ്. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നീ മരണത്തെ ആഗ്രഹിക്കും മാധവ. മാധവന്റെ വിരകൾക്കിടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കത്തി പെട്ടെന്ന് നിശ്ചലമായി. മാധവനെ ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ മാധവന്റെ വലത് കൈയിലെ 5 വിരലുകളും ഒരേപോലെ മുറിച്ചു മാറ്റപ്പെട്ടു. മാധവന്റെ ശബ്ദം ആ 4 ചുവരുകൾ തട്ടി പ്രതിനിധിച്ചുകൊണ്ടിരുന്നു. റിച്ചി ഭാനുമതിയെ ഒന്ന് നോക്കി. ഭയം കൊണ്ട് വിറക്കുകയാണ് അവർ. ഭാനുമതിക്ക് തന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. ജീവനോടെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് എന്തായാലും ഉറപ്പായി. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത് നല്ലതെന്ന് തോന്നിയവർക്ക്. മാധവന്റെ വേദന നിറഞ്ഞ കരച്ചിൽ പകയെരിയുന്ന കണ്ണുകളോടെ ദേവാനന്ദൻ നോക്കി നിന്നു. മുറിച്ചു മാറ്റപ്പെട്ട വിരലുകൾ താഴെ കിടന്ന് പിടച്ചു ചലനം നിലച്ചു. അപ്പോഴും കയ്യിൽ നിന്ന് രക്തം ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. മാധവന്റെ വേദന മാറി ശരീരം മൊത്തത്തിൽ മരവിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അതിന്റെ ഫലമായി മാധവന്റെ കരച്ചിലുകൾ കുറഞ്ഞു. കണ്ണുകൾ മുറുകെ അടച്ചു. വീണ്ടും ശക്തിയോടെ മാധവന്റെ വേദന നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നു. കണ്ണുകൾ തുറന്ന് മാധവൻ തന്റെ കൈയിലേക്ക് നോക്കി. നീറ്റൽ അസഹനീയമായപ്പോൾ മാധവൻ റിച്ചി ഒന്ന് നോക്കി. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ദുഷ്ടനല്ല മാധവയെ റിച്ചി. നിന്റെ കയ്യിൽ ഇരിക്കുന്ന ഉപ്പിലേക്കും മാധവന്റെ കൈയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് റിച്ചി പറഞ്ഞു. റിച്ചിയുടെ ക്രൂരതകളിൽ മാധവൻ തളർന്നു തുടങ്ങി. നിമിഷ നേരം കൊണ്ട് മാധവന്റെ ഇടത് കൈയിലെ വിരലുകളും റിച്ചി മുറിച്ചെടുത്തു. മാധവന്റെ ദേഹം മുഴുവൻ ആ കത്തി ഓടി നടന്നു. മാധവന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്ന് അയാൾ തളർന്നു തുടങ്ങി. കരയാൻ പോലും ശക്തിയില്ലാതെ മാധവൻ റിച്ചിയെ ഒന്ന് നോക്കി. വയ്യ, എനിക്ക് പറ്റുന്നില്ല. എന്നെ കൊല്ലാമോ? ഇനിയും വയ്യ. വേദന സഹിക്കാൻ പറ്റില്ല. മാധവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പകുതി ആയതല്ലേ ഉള്ളൂ മാധവ, അപ്പോഴേക്ക് നീ തളർന്നോ? എത്ര കെഞ്ചിയാലും നിന്നെ ഞാൻ വിടില്ല. എൻ്റെ പെണ്ണിൻ്റെ മേതിൽ പതിഞ്ഞ നിന്റെ വൃത്തികെട്ട കണ്ണ്, അതും കൂടി എനിക്ക് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ തൊടില്ല. റിച്ചി മാധവന്റെ കണ്ണുകൾ തൊട്ടുകൊണ്ട് പറഞ്ഞു. മാധവൻ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു. ഞൊടിയിടയിൽ റിച്ചി മാധവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. തല തൊടിഞ്ഞുകൊണ്ട് മാധവൻ അലറി. ഭാനുമതി ഇനി ഒന്നും കാണാൻ കഴിയാതെ കണ്ണുകൾ ഇറക്കി അടച്ചു. റിച്ചി കസേരയിലേക്ക് ചാരിയിരുന്ന് മാധവനെ തന്നെ നോക്കി. ചോര ഒഴുകിയിറങ്ങി മാധവന്റെ ദേഹം മുഴുവൻ ചുവന്നു. റിച്ചി ഭാനുമതിയെ ഒന്ന് നോക്കി. കണ്ണുകൾ ഇറക്കി അടച്ച് കുനിഞ്ഞിരിക്കുകയാണ്. നന്നായി വിറയ്ക്കുന്നുണ്ട്. നെറ്റിയിലൂടെ വേർപ്പ് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. റിച്ചി അവരെ നോക്കി പുച്ഛത്തോടെ നോക്കി. ഭാനുമതി! റിച്ചിയുടെ അലർച്ച ഒരു ഇടിമുഴക്കം പോലെ കാതുകൾ പതിച്ചെങ്കിലും കണ്ണു തുറന്ന് അവനെ നോക്കാനുള്ള ധൈര്യമില്ലാതെ അവർ കുനിഞ്ഞിരുന്നു. കണ്ണ് തുറക്കടി മോളെ! റിച്ചി ഭാനുമതിക്ക് അടുത്തേക്ക് ചെന്ന് അലറിയതും അവർ കണ്ണുകൾ വലിച്ചു തുറന്നു. പേടിയോടെ റിച്ചിയെ നോക്കി. നിനക്ക് ജീവനോടെ ഇവിടെ നിന്ന് പോകണോ? ഭാവഭേദമൊന്നുമില്ലാതെ റിച്ചി ഭാനുമതിയോട് ചോദിച്ചു. അവർ യാന്ത്രികമായി തലയാട്ടി. മോനെ, ഇവളെ വെറുതെ വിടാനോ? വേണ്ട മോനെ, മനുഷ്യത്തെ തൊട്ടു തീണ്ടിയിട്ടില്ല ഇവളെ, ദേവാനന്ദ റിച്ചിയോടായി പറഞ്ഞു. എത്രയായാലും ഒരു പെണ്ണല്ലേ ഞങ്ങൾ. തികച്ചും ശാന്തമായി റിച്ചി ഒന്ന് ചിരിച്ചു. റിച്ചി എന്ന ചെകുത്താന്റെ ചിരിയുടെ അർത്ഥം ദേവാനന്ദന് മനസ്സിലായില്ല. അല്ലെങ്കിലും ആ ചിരിക്ക് പിന്നിലെ വന്യത റിച്ചി എന്ന ചെകുത്താനെ അറിഞ്ഞവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകില്ല. ചെകുത്താന്റെ പുസ്തകത്തിൽ മാപ്പ്, ദയ, അനുകമ്പ തുടങ്ങിയവർക്ക് പ്രസക്തിയില്ല. ചെയ്ത തെറ്റിന് ക്രൂരമായ മരണം, അത് മാത്രമാണ് ശിക്ഷ. ദേവാനന്ദൻ ബെന്നിയെ ഒന്ന് നോക്കി. ബെന്നി അയാളെ കണ്ണു ചിമ്മിക്കാട്ടി. മുൻപോട്ട് നോക്കാൻ ആംഗ്യം കാണിച്ചു. റിച്ചിയുടെ വാക്കുകളിൽ ഭാനുമതിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിനക്കൊരു അവസരം തരാം. ഒരേ ഒരു അവസരം. തീരുമാനം നിന്റെയാണ്. റിച്ചി പറഞ്ഞുകൊണ്ട് ഭാനുമതിയെ നോക്കി. ഇവനിൽ ബാക്കിയായ ജീവൻ നിന്റെ കൈകൊണ്ട് ഇല്ലാതെയാക്കണം. മാധവനെ നോക്കിക്കൊണ്ട് റിച്ചി പറഞ്ഞതും ഭാനുമതി ഞെട്ടിത്തെറിച്ച് അവനെ നോക്കി. എന്താ പറഞ്ഞേ? കേട്ട കാര്യം വിശ്വാസം വരാതെ ഭാനുമതി ചോദിച്ചു. എനിക്കൊരു കാര്യം ആവർത്തിച്ച് പറയുന്നത് ഇഷ്ടമല്ല ഭാനുമതി. നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷെ നായയുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊന്നിരിക്കും. ഭാനുമതി എന്തു ചെയ്യണമെന്നറിയാതെ ധരിച്ചു നിന്നു. പാതി മറിഞ്ഞ ബോധത്തിലും മാധവൻ ഭാനുമതിയുടെ വാക്കുകൾക്കായി കാതോർത്തു. ഞാൻ ചെയ്യാം. ഭാനുമതിയുടെ വാക്കുകൾ മാധവനെ കൂടുതൽ തളർത്തി. റിച്ചി മാധവന്റെ അടുത്തേക്ക് ചെന്നു. സകല തോന്നിവാസത്തിന് നിന്റെ കൂടെ നിന്നവൾ പറഞ്ഞത് കേട്ടോടാ നീ? അവൾ നിന്നെ കൊല്ലുമെന്ന്. ഇത്രയുള്ളടാ ഇവളുമാരുടെയൊക്കെ ആത്മാർത്ഥത. സ്വന്തം ജീവനാണ് അവൾക്ക് വലുത്. അവിടെ നിന്നോട് പോലും അവൾക്ക് ദയയില്ല. റിച്ചി മാധവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ആ കത്തിയെടുക്കൂ. കസരയിൽ കിടക്കുന്ന കത്തി കാണിച്ചുകൊണ്ട് റിച്ചി ഭാനുമതിയോട് പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ ആ കത്തിയെടുത്ത് മാധവന്റെ അടുത്തേക്ക് ചെന്നു. ദാ ഇവിടെ കുത്തി ഇറക്കണം. മാധവന്റെ അടിവയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് റിച്ചി പറഞ്ഞു. ഒട്ടും പാഴാക്കാതെ ഭാനുമതി മാധവന്റെ അടിനാവിയിലേക്ക് കത്തി കുത്തിയിറക്കി. മാധവന്റെ വേദന നിറഞ്ഞ ശബ്ദം കേട്ടിട്ടും ഭാനുമതി ഒട്ടും പതറാതെ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാധവന്റെ മരണം ഉറപ്പാക്കും വരെ പലതവണ അവർ ആ കുത്തി
വലിച്ചൂരി മാധവന്റെ അടനാവിലേക്ക് കുത്തിയിറക്കി. മാധവന്റെ മരണം ഉറപ്പായതും ഭാനുമതി കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്ന് കിതച്ചു. മാധവന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ച രക്തം ഭാനുമതിയുടെ മുഖത്തും ദേഹത്തും പറ്റിപ്പിടിച്ചിരിക്കുന്നു. ദേവാനന്ദ ഒരു അഗ്നിയോടെ അവരെ നോക്കി. ബെന്നിയിൽ അപ്പോഴും പുച്ഛം മാത്രമായിരുന്നു. റിച്ചു ഒരു വിജയചീരിയോടെ ഭാനുമതിയെ നോക്കി. ഞാൻ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ, റിച്ച് തികച്ചു ശാന്തമായി തന്നെ പറഞ്ഞു. ഭാനുമതി വാതിലിനടുത്തേക്ക് നടന്നു. റിച്ച് പുറകിൽ നിന്നും വിളിച്ചു. അവിടെ ഒന്ന് നിന്നേ. ഭാനുമതി തിരിഞ്ഞു നോക്കി. എങ്ങോട്ടാ? എന്നോട് പൊയ്ക്കോളനല്ലേ പറഞ്ഞത്? ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഞാൻ പറഞ്ഞു. എനിക്ക് പോകണം. ഇരിക്കട്ടെ ഇവിടെ. അടുത്ത് കിടന്ന കസേര ചൂണ്ടിക്കാട്ടി റിച്ച് അലറി. ഭാനുമതി പേടിച്ച് അതിലേക്കിരുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ പോലും വരില്ല. നിനക്ക് എന്നെ കണ്ടിട്ടൊരു പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? ഇത്രയും നാൾ നിന്നെ സംരക്ഷിച്ച് നിന്റെ കൂടെ ഉണ്ടായിരുന്നവനെ എൻ്റെ വാകമായിട്ട് കൊന്നവളാ നീ. നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ നാളെ നീ എന്നെ കൊല്ലാനും മടിക്കില്ല. റിച്ചിയുടെ ആ ഒരു ചോദ്യത്തിൽ ഭാനുമതി വിളറിവിടുത്തു. റിച്ച് പിന്നീട് അടുത്തേക്ക് നടന്നതും ഭാനുമതി അവർ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി വാതിലിനടുത്തേക്ക് നീങ്ങി. റിച്ച് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഭാനുമതിയെ വലിച്ചു തിരിച്ചു നിർത്തി. അവരുടെ രണ്ട് കവളിലും മാറി മാറി അടിച്ചു. ഭാനുമതിയുടെ മുടിക്കുത്തിന് പിടിച്ച് റിച്ചി അവർ മുൻപോട്ട് ആഞ്ഞു തള്ളി. തറയിലേക്ക് വീണ ഭാനുമതി തനിക്ക് മുമ്പിൽ കിടന്ന രക്തം പുരണ്ട കത്തി കൈകളിലെടുത്ത് സാരിയോടൊപ്പം പൊതിഞ്ഞു പിടിച്ചു. റിച്ച് ഭാനുമതിയെ തറയിൽ നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി രണ്ട് കവളിലും മാറി മാറി അടിച്ചു. പെട്ടെന്ന് തന്നെ ഭാനുമതി റിച്ചിയുടെ നെഞ്ചിലേക്ക് തൻ്റെ കയ്യിലിരുന്ന കത്തി ഉയർത്തി. റിച്ചി മോനെ! ബെന്നിയുടെയും ദേവാനന്ദയും ശബ്ദം ഒരുപോലെ ഉയർന്നു. അവർ രണ്ടുപേരും റിച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഭാനുമതിയുടെ നീക്കം മനസ്സിലാക്കി റിച്ചി അപ്പോൾ തന്നെ അവരുടെ കയ്യിൽ കയറി പിടിച്ചു. ബെന്നിക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ഭാനുമതിയുടെ നാവിലേക്ക് ആഞ്ഞു ചവിട്ടി. വേദനയുടെ ഭാനുമതി താഴേക്ക് ഊർന്നിരുന്നു. വേദന കൊണ്ട് താഴെ കിടന്ന് പിഴയുന്ന ഭാനുമതിയെ കാണുന്തോറും ബെന്നിക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ബെന്നി ഭാനുമതിയുടെ അടുത്തേക്ക് ചെന്നു. മുടിക്ക് കുത്തിപ്പിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ കവിൾ കുത്തിപ്പിടിച്ച് ഞെരിച്ചു. ഞങ്ങൾ വെറും മണ്ടന്മാരാണെന്ന് കരുതിയോടി നീ? പറയുന്നതിനോടൊപ്പം ബെന്നിയുടെ കൈ കൂടുതൽ ശക്തമായി ഭാനുമതിയുടെ കൈകളിൽ ഞെരിച്ചു. ഭാനുമതിയുടെ വൈക്കുള്ളിൽ രക്തം പൊടിച്ചു തുടങ്ങി. ബെന്നി മതിയടാ, വിട്ടേക്ക്. ഈ മോൾക്ക് ഉള്ളത് ഞാൻ കൊടുത്തോളാം. റിച്ചി അതും പറഞ്ഞ് ഭാനുമതിയെ മുടിക്ക് പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. കസരയിൽ കൊണ്ടിരുത്തി. റിച്ചി തന്നെ ഭാനുമതിയെ കൈകാലുകൾ കസരയിൽ കൂട്ടിക്കെട്ടി. എൻ്റെ മരിയ കൊച്ചെന്നോട് പറഞ്ഞത് ഒരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും നിനക്ക് തരരുതെന്നാ. ഒരു മനുഷ്യനെന്ന പരിഗണന പോലും എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കരുത് ഭാനുമതി. റിച്ചി മറ്റൊരു കസര എടുത്തിട്ട് ഭാനുമതിക്ക് അരികിലിരുന്നു. ബെന്നി! റിച്ചി വിളിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ബെന്നി ദേവാനന്ദനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ബെന്നി തിരികെ വന്ന് 2-3 ബോക്സുകൾ റിച്ചിയുടെ അടുത്തേക്ക് വെച്ചു. ബെന്നി പുറത്തേക്ക് ഇറങ്ങിയെന്ന് റിച്ചി വന്യമായ ചിരിയുടെ ഭാനുമതിയെ നോക്കി. ഭാനുമതിക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവർ രണ്ട് കൈയിലും നഖം റിച്ചി പിഴുതെടുത്തു. ഭാനുമതിയുടെ വേദന നിറഞ്ഞ ശബ്ദം പുറത്തിരുന്ന ദേവാനന്ദൻ്റെയും ബെന്നിയുടെയും ചെവികൾ മുഴങ്ങി കേട്ടു. അവരുടെ വേദന കുറയ്ക്കാൻ പോലും കാത്തു നിൽക്കാതെ റിച്ചി അവരുടെ ദേഹം മുഴുവൻ കത്തിക്കൊണ്ട് വരഞ്ഞു. മുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തിലേക്ക് റിച്ചി നോക്കി പുച്ഛിച്ചു. ബെന്നി കൊണ്ടുവന്ന ബോക്സ് ഓരോന്ന് റിച്ചി തുറക്കുമ്പോഴും ഭാനുമതിയിൽ അറപ്പും ഭയവും ഒരുപോലെ മുൻപിട്ട് നിന്നു. റിച്ചി ബോക്സുകളിലെടുത്ത ഓരോ ടിന്നുകളും തുറന്ന് ഭാനുമതിയുടെ ദേഹത്തേക്ക് ഇട്ടു. അട്ടയും പഴുതാരിയും ഒരുപോലെ അവരുടെ ദേഹത്തേക്ക് ഒഴുകിയിറങ്ങി. സമയം കടന്നുപോകെ തൻ്റെ ദേഹത്ത് രക്തം കുടിച്ച് വീർത്തിരിക്കുന്ന അട്ടകളെ കണ്ട് ഭാനുമതിക്ക് സ്വന്തം ശരീരത്തോട് അറപ്പ് തോന്നി. റിച്ചി പുറത്തേക്ക് പോയി ഒരു ബക്കറ്റ് വെള്ളവുമായി തിരികെ വന്നു. ഉപ്പ് കലക്കിയ വെള്ളം ഭാനുമതിയുടെ തലവഴി ഒഴിച്ചു. രക്തം കുടിച്ച് വീർത്ത അട്ടകൾ താഴേക്ക് ഉതിർന്നു വീഴുമ്പോൾ ശരീരത്തിൽ അനുഭവപ്പെട്ട നീറ്റലിൽ ഭാനുമതി അലറിക്കരഞ്ഞു. റിച്ചി കുറച്ച് സമയം വരെ അവരെ നോക്കിയിരുന്നു. ഭാനുമതിയുടെ ദേഹത്തെ വെള്ളം വറ്റി തുടങ്ങിയതും ഒരു ക്യാനിൽ ഒഴിച്ചിരുന്ന പെട്രോൾ എടുത്ത് റിച്ചി ഭാനുമതിയുടെ തലവഴി ഒഴിച്ചു. ചൂടുള്ള പാത്രത്തിൽ തട്ടുമ്പോൾ നമ്മുടെ കൈവിരൽ പൊള്ളില്ലേ? അപ്പോൾ എത്രമാത്രം വേദനിക്കും? ദേഹം മുഴുവൻ തീ പടരുമ്പോൾ ഉള്ള വേദന നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഭാനുമതി. ജീവനോട് അഗ്നിക്ക് ഇരയാകുന്നത് പോലെയുള്ള വേദനജനകമായ മരണം ഈ ലോകത്ത് വേറെയില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ശരീരം മുഴുവൻ തീ പടർന്ന് പൊള്ളി മാംസം വെന്തുരുകുമ്പോഴും ബോധം നശിക്കില്ല. മരണം കൊണ്ടല്ലാതെ വേദന ശമിക്കില്ല. നിനക്കുള്ള ശിക്ഷ അതാണ്. ദേഹത്ത് വെള്ളമുള്ളത് കൊണ്ട് തീ പെട്ടെന്നൊന്നും നിന്റെ ശരീരത്തിൽ പടരില്ല. പെട്രോൾ ആയതുകൊണ്ട് സാവധാനം തീ പടർന്നു കയറിക്കോളും. പെട്ടെന്ന് നീ മരിക്കുകയുമില്ല. 1-2 ദിവസം എന്തായാലും നീ വേദന അനുഭവിക്കണം. നിന്റെ ശരീരത്തിലെ വെന്ത മാംസത്തിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം നീ അറിയണം. ആ മാംസത്തിൽ ഈച്ച അരിക്കുന്നത് നീ അറിയണം. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നീ നിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കും. റിച്ചി അതും പറഞ്ഞൊരു തീപ്പെട്ടി ഉരച്ച് താഴേക്കിട്ടു. നിലത്ത് തീ പടർന്നു. റിച്ചി പറഞ്ഞതുപോലെ ആദ്യം തീ ഭാനുമതിയിലേക്ക് പടർന്നില്ല. താഴെ കത്തുന്ന തീയുടെ ചൂടിൽ വെള്ളം വലിയുന്നതനുസരിച്ച് തീ മുകളിലേക്ക് ഉയർന്നു തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് റിച്ചി പുറത്തേക്ക് ഇറങ്ങിയത്. ഭാനുമതിയുടെ കരച്ചിൽ ആ 4 ചുവരുകൾ തട്ടി നിന്നു. റിച്ചി വീണ്ടും പൊട്ടി പൊന്നിയോടും ദേവാനന്ദനോടൊപ്പം അവിടെ നിന്നും ഇറങ്ങി. അവർ
വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. ഡോർ തുറന്നതും മരിയ കാറ്റുപോലെ വന്ന് റിച്ചിയുടെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു. റിച്ചി ഇരുകൈ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു. എന്താ മരിയ കൊച്ചെ, സമയം എത്രയെന്ന് വിചാരം? ഇതുവരെ ഉറങ്ങാഞ്ഞതെന്താ? റിച്ചി മരിയയെ തന്നിൽ നിന്നും അകറ്റി മാറ്റിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾ പോയിട്ട് കുറേ സമയമായില്ലേ? ഒരു വിവരവും അറിയാതെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ബാക്കിയുള്ളവരോ? അവരൊക്കെ കിടന്നു. ബെന്നിച്ചനും ദേവാനന്ദനും അവരുടെ മുറിയിലേക്ക് പോയി. റിച്ചി മരിയയും കൊണ്ട് അവരുടെ റൂമിലേക്കും. മക്കളെന്തേ? വല്യമ്മയുടെയും അല്ലിച്ചേച്ചിയുടെയും കൂടെ കിടന്നു. ആഹാ, ഇത്ര പെട്ടെന്ന് അവരുമായി അടുത്തോ? അല്ലിച്ചേച്ചി ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു. ചേച്ചിയുടെ കൂടെ കളിയായിരുന്നു. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ. മരിയ ഒന്ന് മൂളി. റിച്ചി ഫ്രഷായി ഇറങ്ങുമ്പോഴും മരിയ ബെഡിൽ ഹെഡ് ബോർഡിൽ ചാരി എന്തോ ആലോചനയിലായിരുന്നു. റിച്ചി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതൊന്നും മരിയ അറിഞ്ഞിരുന്നില്ല. റിച്ചി മരിയയുടെ മുടിയിലേക്ക് തലവെച്ച് കിടന്നു. മരിയ തല താഴ്ത്തി റിച്ചി ഒന്ന് നോക്കി. റിച്ചിയുടെ തലയിലൂടെ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. റിച്ചിയുടെ മുഖത്തേക്ക് നോക്കാതെ അപ്പോഴും മരിയ എന്തോ ആലോചനയിലായിരുന്നു. മരിയ കൊച്ചേ, എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല ഇച്ചായ, ഞാൻ വെറുതെ. റിച്ചി മരിയയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. തൻ്റെ കൈക്കുമ്പിളിൽ അവളുടെ മുഖം കോരിയെടുത്തു. എൻ്റെ മരിയ കൊച്ചി ഇച്ചായനോട് എന്തിനാ കള്ളം പറയുന്നത്? എൻ്റെ കൊച്ചിൻ്റെ മുഖം മാറിയാൽ അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകും. മരിയ പതുക്കെ റിച്ചിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. റിച്ചി ഇരിക്കെ പുണർന്നു. റിച്ചി മരിയയെ തന്നോട് ചേർത്ത് പിടിച്ചു. സങ്കടമുണ്ടോ? സങ്കടമില്ല ഇച്ചായ, ഒരു തരം മരവിപ്പ് പോലെ. മനസ്സ് ശൂന്യമാണ്. പക്ഷെ എന്തോ ഒരു ഭാരം പോലെ. അച്ഛനും അമ്മയും കണ്ട ഓർമ്മ പോലും ഇല്ല ഇച്ചായ. അവരുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം പോലും എനിക്ക് ഉണ്ടായില്ലല്ലോ. ഈ കാണുന്ന സ്വത്തുക്കൾക്ക് വേണ്ടിയല്ലേ എൻ്റെ അച്ഛനെയും അമ്മയും അവർ കൊന്നത്? മരിയയുടെ കണ്ണുനീരൊഴുകി റിച്ചിയുടെ നഗ്നമായ നെഞ്ചിൽ പതിച്ചു. മരിയയുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് റിച്ചി കൂടുതലൊന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ.